ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം രാമം രത്നകിരീടകുണ്ടലധരം കേയൂരഹാരാന്വിതം സീതാലങ്കൃതവാമവാഗമമലം സിംഹാസനസ്ഥം പ്രഭും സുഗ്രീവാദിസമസ്ത വാനരഗണൈ സംസേവ്യമാനം സദാ വിശ്വാമിത്രപരാശരാദിമുനിഭി സംസ്തൂയമാനം ഭജേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 67-ാമത്തെ സർഗം സീതാ വചനാനുവാദ. അത് സീത പറഞ്ഞതിനെ ഹനുമാൻ ശ്രീരാമനെ അറിയിക്കുകയാണ്. ഏവമുക്തസ്തു ഹനുമാൻ രാഘവേണ മഹാത്മന സീതായാ ഭാഷിതം സർവം നിവേദയത രാഘവേ. മഹാത്മാവായ രാഘവൻ ഈ വിധം പറഞ്ഞപ്പോൾ ഹനുമാൻ സീതയുമായി നടന്ന സംഭാഷണം മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇതമുക്തവതീ ദേവി ജാനകി പുരുഷർഷഭ പൂർവവൃത്തമഭിജ്ഞാനം ചിത്രകൂടേ യഥാതഥം. പുരുഷോത്തമ, ജാനകി ദേവി മുമ്പ് ചിത്രകൂടത്തിൽ വെച്ച് നടന്ന ഒരു സംഭവം അടയാളമായി വിസ്തരിച്ച് എന്നോട് പറഞ്ഞു. സുഖസുപ്താ ത്വയാ സാർദ്ധം ജാനകി പൂർവമുത്തിത വായസഹസോൽപത്യ വിരരാധാസ്തനാന്തരേ. അങ്ങയോടൊന്നിച്ച് സുഖമായി ഉറങ്ങിയ ദേവി ആദ്യം ഉണർന്നെഴുന്നേറ്റു. പെട്ടെന്നൊരു കാകൻ പറന്നു വന്ന് മാരിടം കൊത്തി മുറിപ്പെടുത്തി. പര്യായേണ ജസുപ്തസ്ത്വം ദേവ്യംഗേ ഭരതാഗ്രജ പുനശ്ച കില പറ്റീസ ദിവ്യാജനയ ദിവ്യതാം. ഭരതശ്രേഷ്ഠ, പിന്നെ ദേവിയുടെ മടിയിൽ അങ്ങ് തലവെച്ച് കിടന്നുറങ്ങി. രണ്ടാമതും കാകൻ വന്ന് പിന്നെയും ദേവിയെ കൊത്തി വേദനിപ്പിച്ചു. പുനരുപാഗമ്യ വിരരാധ ഭൃശം കില തതസ്ത്വം ബോധിതസ്യ ശോണിതേന തമുച്ചിത. ഇങ്ങനെ പലവട്ടം അത് ദേവിയുടെ ശരീരം വ്രണപ്പെടുത്തി. അതിൽ നിന്ന് ഇറ്റുവീണ രക്തത്താൽ അങ്ങയുടെ ശരീരം നനഞ്ഞു. അപ്പോൾ അങ്ങ് ഉണർന്നെഴുന്നേറ്റു. വായസേന ജതേനൈവ സതതം ബാധ്യമാനയ ബോധിതക്കില ദേവ്യത്വം സുഖസുപ്ത പരന്തപ. ശത്രുനാശന, ആ കാകൻ ഇങ്ങനെ തുടർച്ചയായി ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പോൾ ദേവി തന്നെ ഗാഠനിദ്രയിലാണ്ട് അങ്ങയെ ഉണർത്തി. താം ദുഷ്ട്വാ മഹാബാഹോ ധാരിതാം ജസ്തനാന്തരേ ആശീവിഷൈവ ക്രുദ്ധോ നിശ്വസൻ അഭ്യഭാഷത. മഹാബാഹു, മാരിടം മരണപ്പെടുത്തപ്പെട്ടത് കണ്ട അങ്ങ് കോപിച്ച് പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് ദേവിയോട് ഇങ്ങനെ ചോദിച്ചു. നഖാഗ്രേകേന ദേവീരൂതാരിതം ദൂസ്തനാന്തരം കഹ ക്രീഡതീ സരോഷേണ പഞ്ചവക്ത്രേണ ഭോഗിന. ഭയപ്പെട്ടിരിക്കുന്നവളെ, നിന്റെ മാരിടം ആരാണ് നഖങ്ങളാ ഗുണപ്പെടുത്തിയത്? 5 തലപ്പാമ്പിനോട് ആരാണ് കളിക്കുന്നത്? നിരീക്ഷമാണ് സഹസാവായസം സമവൈക്ഷത നഗേ സരുതിരേസ്തീഷ്ണേ സ്ഥാമേവാഭിമുഖം സ്ഥിതം. ഉടനെ ചുറ്റും നോക്കിയപ്പോൾ ദേവിയുടെ മുന്നിൽ തന്നെ ചോര പുരണ്ട കൂർത്ത നഖങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്ന കാകൻ അങ്ങയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. സുതകില സചക്രസ്യ വായസപദതാം വര ധരാന്തരചര ശീക്രം പവനസ്യ ഗതോസമ. ആ കാകൻ ഇന്ദ്രപുത്രനാണത്രേ. പക്ഷികളെ മുമ്പനായ അവൻ വേഗതയിൽ വായുതുല്യനായതിനാൽ പെട്ടെന്ന് ഭൂമിയുടെ മറുഭാഗത്തേക്ക് മറിഞ്ഞുപോയി. തതസ്തസ്മിൻ മഹാബാഹോ കോപസംവർത്തിദേക്ഷണ വായസേത്വം കൃതാക്രൂരാം മതിം മതിമതാം വര. മഹാബാഹോ, അസഹ്യമായ കോപത്താൽ കണ്ണുരുട്ടിമിഴിച്ച് അങ്ങ് ആ കാകന്റെ കാര്യത്തിൽ ക്രൂരമായ ഒരു തീരുമാനം എടുത്തു. സദർഭം സംസ്കാരാ ഗ്രഹ്യ ബ്രഹ്മാസ്ത്രേണ യയോജയ സദീപ്തൈവ കാലാഗ്നിർ ജ്വാലാഭിമുഖഖഗം. അങ്ങ് ദർഭവിരിയിൽ നിന്ന് ഒരു ദർഭ എടുത്ത് ബ്രഹ്മാസ്ത്ര മന്ത്രത്താൽ ശക്തിയേകി പക്ഷിയെ ലക്ഷ്യമാക്കിയത് പ്രകാശമാനമായ കാലാഗ്നി പോലെ ശോഭിച്ചു. ക്ഷിപ്തവാംസ്ത്വം പ്രദീപ്തം ഹി ദർഭം തം വായസം പ്രതി തതസ്തു വായസം ദീപ്ത സദർഭോനു ജഗാമഹ. ജ്വലിക്കുന്ന ദർഭപ്പുല്ല് അങ്ങ് കാകന്റെ നേർക്കയച്ചു. അതാകട്ടെ കത്തിക്കാളിക്കൊണ്ട് ആ കാകനെ തുരത്തി ഒപ്പം ചെന്നു. സ പിത്രാജ പരിത്യക്താസുരൈശ്ച സമഹർഷിഭിഃ ത്രീൻ ലോകാൻ സംപരിക്രമ്യ ത്രാതാരം നാധിഗച്ഛതി. 30 അലഞ്ഞു തിരിഞ്ഞവൻ മഹർഷിമാരാലും പിതാവായ ഇന്ദ്രനാലും ഉപേക്ഷിക്കപ്പെട്ടു. രക്ഷകനായി ഒരുവനെയും അവൻ കണ്ടെത്തിയില്ല. പുനരേവാഗതസ്തത്ര ത്വത്സകാശമരിന്ദമ സതം നിപതിതം ഭൂമോ ശരണ്യ ശരണാഗതം വദാഹം അഭികാകുസ്ത കൃപയാ പര്യപാലയ.
ശത്രുഹന്താവായ കാകുൽസ്ഥ, പേടിച്ചു പറച്ച കാകൻ ഒടുവിൽ അങ്ങയുടെ സന്നിധിയിലെത്തി. വദ്യനാണെങ്കിലും നിലത്തു വീണ് കേഴുന്ന ശരണാഗതനായ അതിനെ അങ്ങ് കരുണയോടെ കാത്തുരക്ഷിച്ചു. മോഹമസ്ത്രം ന ശക്യം തോ കർത്തുമിത്യേവ രാഘവ, ഭവാം തസ്യാക്ഷികാഹസ്യ ഹിനസ്തി സ്മ സദക്ഷിണം. രാഘവ, വിപലമാക്കാനാകാത്ത ആ ബാണം കൊണ്ട് അങ്ങ് ആ കാകന്റെ വലം കണ്ണ് നഷ്ടമാക്കി. രാമദ്വാം തു നമസ്കൃത്യ രാജ്ഞി ദശരഥായജ, വസിഷ്ഠസ്തു തഥാ കാക പ്രതിവേദേ സ്വമാലയം. രാമ, കാകൻ അങ്ങയ്ക്കും ദശരഥ രാജാവിനും നമസ്കാരം അർപ്പിച്ചു അനുവാദം വാങ്ങി സ്വവാസസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി. ഏവമസ്ത്രവിധാം ശ്രേഷ്ഠ സത്വവാൻ ശീലവാനഭി, കിമർത്ഥമസ്ത്രം രക്ഷസു നയോജയതി രാഘവ. ഇപ്രകാരം അസ്ത്രവിശാരദനും വീരനും സൽഗുണസമ്പന്നനുമായിരുന്നിട്ടും രാഘവൻ രാക്ഷസന്മാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അസ്ത്രം പ്രയോഗിക്കാതിരിക്കുന്നത്? നാഗാനാഭിഗന്ധർവ നാസുരാനമരുൾഗണാഹ നജ സർവേരണേ ശക്ത രാമം പ്രതി സമാസിതും. നാഗങ്ങളോ ഗന്ധർവന്മാരോ അസുരന്മാരോ മരുത്തുക്കളോ ഒറ്റയ്ക്കായാലും അവരെല്ലാവരും കൂടി ഒത്തുചേർന്നാലും രാമനോട് എതിർത്ത് നിൽക്കാൻ ശക്തരല്ല. തസ്യ വീരവദക്കസ്തി മയി സംഭ്രമ, ക്ഷിപ്രം സുനിശിതേർബാണീർ അന്യതാം യുതി രാവണ. വീരനായ അദ്ദേഹത്തിന് എന്നോട് അല്പമെങ്കിലും പ്രേമമുണ്ടെങ്കിൽ വേഗം രാവണനെ യുദ്ധത്തിൽ വധിക്കേണ്ടതാണ്. പ്രാതുരാദേശമാജ്ഞായ ലക്ഷ്മണോ വാ പരന്തവ, സഖിമർത്ഥം നരവരോ നമാം രക്ഷതി രാക്ഷവ. പരന്തവനും രഘുവംശജാതനും പുരുഷശ്രേഷ്ഠനുമായ ലക്ഷ്മണൻ ജ്യേഷ്ഠന്റെ അനുവാദം വാങ്ങി എന്നെ എന്തുകൊണ്ടാണ് വീണ്ടുകൊണ്ടു പോവാതിരിക്കുന്നത്? ശക്തോദോ പുരുഷവ്യാക്രോ വായുവഗ്നി സമതേജസോ, സുരാണാമവിദുർദർശോ കിമർത്ഥം മാമുപേക്ഷത. പുരുഷകേസരികളും വായു അഗ്നി എന്നിവയ്ക്കൊപ്പം തേജസ്വികളും ദേവന്മാർക്കും കൂടി എതിർക്കാൻ കഴിയാത്ത വിധം കരുത്തുള്ളവരും ആയ അവരിരുവരും എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിക്കുന്നത്? മമൈവ ദുഷ്കൃതം കിഞ്ചേ മഹദസ്തിന സംശയ, സമർത്ഥോ സഹിതോ യന്മാം അപേക്ഷേതേ പരന്തവ. പരന്തവോ, സമർത്ഥരും പരന്തവന്മാരുമായ അവരിരുവരും എന്നെ ഓർക്കുന്നില്ല എന്നതിൽ നിന്ന് ഞാൻ എന്തോ പാപം ചെയ്തിട്ടുണ്ട് എന്ന് നിശ്ചയമാണ്, ഒട്ടും സംശയമില്ല. വൈദേഹ്യ വചനം ശ്രുത്വ കരുണം സാശ്രുഭാഷിതം പുനരപ്യഹമാര്യാന്തം ഇതം വചനമബ്രവം. വൈദേഹി കണ്ണീർ വാർത്ത് ശോകകലുഷയായി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവരെ ഉചിത വചനങ്ങളാൽ സമാശ്വസിപ്പിച്ചു. ത്വച്ഛോകവിമുഖോ രാമോ ദേവി സത്യേന ദേശഭേ, രാമേ ദുഃഖാഭിഭൂതേതു ലക്ഷ്മണം പരിതപ്യതേ. ദേവി, ഞാൻ സത്യം ചെയ്തു പറയുന്നു, ശ്രീരാമൻ ഭൗതിയെക്കുറിച്ചുള്ള ദുഃഖത്താൽ എല്ലാറ്റിലും വിമുഖനായി തീർന്നിരിക്കുന്നു. രാമൻ ദുഃഖനിമഗ്നായിരിക്കുന്നതിനാൽ ലക്ഷ്മണനും ശോകമൂകനായി കഴിയുകയാണ്. കഥഞ്ചിത് ഭവതീ ദൃഷ്ടാനകാല പരിശോചിതും ഇമം മുഹൂർത്തം ദുഃഖാനാം അന്തം ദൃശ്യസി ഭാമിനി. മഹതിയായ ഭൗതിയെ എങ്ങനെയോ കണ്ടെത്തിയെന്നേ ഉള്ളൂ, ദൈവാധീനത്താൽ എന്നർത്ഥം. ഇത് ദുഃഖിക്കാനുള്ള സമയമല്ല, ദുഃഖങ്ങളുടെ അന്ത്യം ഭൗതി കാണാൻ പോകുന്നു. താവുപോ നരശാർദൂലോ രാജപുത്രാവനിന്ദിതോ ത്വദ്ദർശനകൃതോത്സാഹോ ലങ്കാം ഭസ്മീകരിഷ്യത. പുരുഷകേസരികളായ 2 രാജകുമാരന്മാർ ഭൗതിയെ കാണാനുള്ള ഉത്സാഹത്തോടെ വന്ന് ലങ്കയെ ചുട്ടു ചാമ്പലാക്കും. ഹത്വാജ സമരേ രൗദ്രം രാവണം സഹബാന്ധവം രാഘവസ്ത്വാം വരാരോഹേ സ്വാംപുരിം നയതേ ധ്രുവം. സുന്ദരി, രാഘവൻ ക്രൂരനായ രാവണനെ ബന്ധുസമേതം യുദ്ധത്തിൽ വധിച്ച് ഭൗതിയെ സ്വന്തം നഗരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, സംശയമില്ല. യത്തുരാമോ വിജാനീയ അഭിജ്ഞാനമനിന്ദിതേ പ്രീതിസഞ്ജനനം തസ്യ പ്രദാതും ത്വമിഹാർഹസേ. പുണ്യവതി, ഈ കാര്യം ശ്രീരാമൻ ശരിയായി മനസ്സിലാക്കും വിധം അദ്ദേഹത്തിന് പ്രീതിപ്രദമായൊരടയാളം തന്നയക്കണം. സാഭിവീക്ഷ്യ സർവ വേണുൽഗ്രഥനമുത്തമം മുക്ത്വാ വസ്ത്രാദതോ മഹ്യം മണിമേദം മഹാബല. മഹാബല, ദേവി എല്ലാ ദിക്കിലും സശ്രദ്ധം വീക്ഷിച്ച ശേഷം മുടിക്ക് അലങ്കാരമായി ചൂടാമണി വസ്ത്രത്തിൽ നിന്നും അഴിച്ചെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. പ്രതിഗ്രഹ്യ മണിം ദിവ്യം തമഹേതോരബുദ്ധ ശിരസാദാം പ്രണമ്യാരാം അഹമാഗമനീധ്വരേ. രഘുവര, ദിവ്യമായ രത്നം അങ്ങയ്ക്കായി വാങ്ങിയ ശേഷം
ദേവിയെ ശിരസ്സു കുനിച്ച് നമസ്കരിച്ച് ഞാൻ തിരിച്ചു പോരുവാൻ ബന്ധപ്പെട്ടു. ഗമനേ ജാഗൃതോത്സാഹം അപേക്ഷ്യ വരവർണിനി വിവർദ്ധമാനം ജഹിമാം ഹുവാജ ജനകാത്മജ അശ്രുപൂർണമുഖീ ദീന ബാഷ്പസന്നിഗ്ധഭാഷിണി മമോൽപതന സംഭ്രാന്ത ശോകവേഗ സമാഹത. മടങ്ങിപ്പോരാൻ ഒരുങ്ങി ഞാൻ വർദ്ധമാന ശരീരനാവുന്നത് കണ്ട് ദീനയും ഉത്തമയുമായ ജാനകി ശോകാവേഗത്താൽ അശ്രുപൂർണമുഖിയായി എൻ്റെ ചാട്ടത്തിൽ സംഭ്രാന്തയായി തൊണ്ടയിടറി വീണ്ടും ഇങ്ങനെ പറഞ്ഞു. ഹനുമാൻ സിംഹസംഘാശാവുബോധോ രാമലക്ഷ്മണോ സുഗ്രീവം ച സഹാമാത്യം സർവാൻ ബ്രൂയാഹ്യനാമയം. ഹേ ഹനുമാൻ, സിംഹപരാക്രമികളായ രാമലക്ഷ്മണന്മാരോടും മന്ത്രിമാരോടും കൂടിയ സുഗ്രീവനോടും മറ്റെല്ലാവരോടും എൻ്റെ കുശലം പറയുക. യഥാജസ മഹാബാഹോർമാം താരയതി രാഘവ അസ്മാദുഃഖാംബു സംരോധ ത്വം സമാധാതുമർഹസി. മഹാബാഹുവായ രാഘവൻ എന്നെ ഈ ശോകസാഗര ബന്ധനത്തിൽ നിന്ന് കരകയറ്റുവാൻ വേണ്ട യത്നങ്ങളിൽ താങ്കൾ സഹായിക്കണം. ഇമം ജ തീവ്രം മമ ശോകവേഗം രക്ഷോഭിരേവി പരിവത്സനം ജ ബ്രൂയാസ്തു രാമസ്യ ഗതഃ സമീപം ശിവശ്ചതേ ദ്വാസ്തു ഹരിപ്രവീര. വാനരശ്രേഷ്ഠ, എൻ്റെ ഈ അഗാധമായ ദുഃഖവും രാക്ഷസികളുടെ ഭീഷണിയും ശകാരവും എല്ലാം രാമസമീപം എത്തിച്ചേർന്ന ഉടനെ താങ്കൾ അറിയിക്കണം. ഭഗവാന്റെ മാർഗം നിർവിഘ്നവും മംഗളകരവുമായി തീരട്ടെ. ഏതത്തവാര്യാന്ന് പരാജസിംഹാസീതാവജ പ്രാഹ വിഷാദപൂർവം ഏതച്ച ബുദ്ധ്വാഗതിതം മയാ ത്വം ശ്രദ്ധസ്വ സീതാം കുശലാം സമഗ്രാം. രാജസിംഹ, അങ്ങയോട് ഉണർത്തിക്കുവാനായിട്ട് ആര്യാദേവി പറഞ്ഞയച്ച ശോകനിർഭരമായ സന്ദേശമാണ് ഞാൻ അറിയിച്ചത്. അങ്ങ് ഇതെല്ലാം മനസ്സിലാക്കി സതീധർമ്മസ്ഥിതയായ ദേവിയുടെ കാര്യത്തിൽ യത്നിക്കുവാൻ കനിയേണം. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ സപ്തഷഷ്ടീതമ സർഗ. 67ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത സർഗത്തിൽ സീതാ സമാശ്വാസന കഥനം, അതായത് സീതയെ സമാശ്വസിപ്പിച്ചതിനെ പറ്റി പറയുകയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.